قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ശേഷം ഈദാഘോഷവും നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ചിന്തക്ക് വിഷയീഭവിക്കേണ്ടതുണ്ട് എന്നുള്ളതിനാലാണ് ചില കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. റമദാൻ മാസം കഴിഞ്ഞ ഈ ഒരു വേളയിൽ നമ്മൾ 30 ദിവസം നോമ്പെടുത്തു, ഖുർആൻ ഓതി, സക്കാത്ത് കൊടുത്തു, ഫിത്ർ സക്കാത്ത് കൊടുത്തു, ധർമ്മങ്ങൾ കൊടുത്തു, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, ഒക്കെ ശരി. പക്ഷേ അത് അള്ളാന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതവിടെ എത്തുമ്പോഴല്ലാതെ നമുക്ക് ഉറപ്പിന് വകുപ്പില്ല. പക്ഷേ നമ്മൾ നിരാശപ്പെടേണ്ടവരുമല്ല. നമ്മുടെ മനസ്സിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാനുള്ള ചില മാർഗങ്ങളുണ്ട്. ഞാൻ ചെയ്ത കർമ്മങ്ങളൊക്കെ എൻ്റെ റബ്ബ് കബൂൽ ചെയ്തിട്ടുണ്ടാകുമോ ഇല്ലേ എന്ന് ഉറപ്പിക്കാൻ നമുക്ക് നിവൃത്തിയൊന്നുമില്ലെങ്കിലും നമുക്കതൊന്ന് സ്വയം പരിശോധിക്കുവാനുള്ള ചില മാർഗങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാര് നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ആ മാർഗങ്ങൾ ഏതൊക്കെയാണ്? എൻ്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ ഇല്ലേ എന്ന് എനിക്കൊന്ന് പരിശോധിക്കാൻ, കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒന്ന് പരിശോധിക്കുവാനുള്ള ചില മാർഗങ്ങളാണ് ഞാൻ എന്നെയും നിങ്ങളെയും കേൾപ്പിക്കുന്നത്. ആ മാർഗങ്ങൾ നമ്മളൊന്ന് കൃത്യമായി ഒന്ന് മനസ്സിനോട് ചോദിക്കണം, എന്നിട്ട് നമ്മൾ ആലോചിക്കണം. അതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ടത്, ഒന്നാമതായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന കാര്യം, അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ ഇല്ലേ എന്ന് നമ്മൾ ആശങ്കപ്പെടുമ്പോ സ്വീകരിച്ചിരിക്കും എന്ന പ്രതീക്ഷ നമുക്ക് വേണം, സ്വീകരിക്കാതെ പോയാലോ എന്ന പേടിയും നമുക്ക് വേണം. അതോടൊപ്പം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട പരിശോധനയിൽ ആദ്യം തെളിയേണ്ടത്, ഞാൻ റമദാനിന്റെ ശേഷമുള്ള എൻ്റെ ജീവിതത്തിൻ്റെ നിലവാരം എന്താണെന്ന പരിശോധനയാണ് പ്രഥമവും പ്രധാനവുമായി ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. ഞാൻ തിന്മകളിലേക്ക് മടങ്ങിയോ? തിന്മകളിലേക്ക് മടങ്ങാതെ റമദാനിലെ അതേ ഒരു അന്തരീക്ഷത്തിൽ, അതേ ഒരു മാനസികമായ അവസ്ഥയിൽ, ആ ഒരു സൂക്ഷ്മതാബോധത്തോടെ ഞാൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ടോ? അതോ റമദാനിലേക്ക് മാത്രമുള്ള ചില ചൊല്ലിപ്പറയലായിരുന്നുവോ എൻ്റെ തൗബ? റമദാനിലേക്ക് മാത്രമുള്ള ചില എണ്ണിപ്പറയലും ഏറ്റുപറയലും കണ്ണുനീരുമായിരുന്നുവോ എൻ്റെ തൗബ? അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. മഹാനായ യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ല പറയുകയാണ്, മനിസ്തഗ്ഫറ ബിലിസാനിഹി വഖൽബുഹു അലൽ മഅസിയതി മഅഖൂദ് വഅസ്മുഹു അൻ യർജിഅ ഇലൽ മഅസിയതി ബഅദ അശ്ശഹരി വയഊദ് ഫസൗമുഹു അലൈഹി മർദൂദ് വബാബുൽ ഖബൂലി ഫീ വജ്ഹിഹി മസ്ദൂദ്. അല്ലാത്തൊരാശയമുള്ള വാചകമാണത്. എന്താണതിൽ പറയുന്നത്? ആരെങ്കിലും തൻ്റെ നാവുകൊണ്ട് പൊറുക്കലിനെ തേടി പൊറുത്തു തരണേ അല്ലാ എന്നൊക്കെ നാവുകൊണ്ട് ഒരാൾ പറഞ്ഞു, അപ്പോഴും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് ചിന്ത? പാപപങ്കിലമായ ജീവിതത്തിലൂടെ തന്നെയാണ് അവൻ അപ്പോഴും നീങ്ങുന്നത്. മാത്രമല്ല, ഈ ഒരു മാസം ഇങ്ങനെയൊക്കെ വന്ന് തഖ്വ ചമഞ്ഞങ്ങ് ജീവിക്കാം. ഇതൊരു തഖ്വയുടെ സീസണാണ്. എല്ലാവരും പള്ളിയിലേക്ക് പോകുന്നുണ്ട്, ഞാനും പോകണം.
എല്ലാവരും ഇപ്പോൾ ഒരു ചിട്ടയിലാണ്, ഞാനും ചിട്ട പാലിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയോടുകൂടി ഈ ഒരു മാസത്തെ ഒരു സീസണൽ ഭക്തിക്ക് വേണ്ടി മാത്രമായിരുന്നു എൻ്റെ ഇസ്തിഗ്ഫാറെങ്കിൽ ഈ മാസം അങ്ങ് കഴിയട്ടെ, എനിക്കെൻ്റെ പഴയ ജീവിതത്തിലേക്ക് തന്നെ പോകാതെ പറ്റില്ലെന്ന മനസ്സിൻ്റെ ഉള്ളിൽ അത് ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു എങ്കിൽ മഹാനവറുകൾ പറയുകയാണ് ഫസൗമുഹു അലൈഹി മർദൂദ്, അത്തരക്കാരുടെ നോമ്പ് അത് സ്വീകരിക്കപ്പെടാതെ റിജക്റ്റ് ചെയ്യപ്പെടുന്ന, തള്ളപ്പെടുന്ന കൂട്ടത്തിലായിരിക്കും. വബാബുൽ ഖബൂലി ഫീ വജ്ഹിഹി മസ്ദൂദ്, അവൻ്റെത് കബൂലാക്കിയിട്ടില്ല, അവൻ്റെ കബൂലാക്കുന്ന ആ കവാടം കൊട്ടിയടക്കപ്പെട്ട നിലക്കായിരിക്കും എന്ന് യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. അപ്പൊ സഹോദരന്മാരെ, ഇതാ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ഞാനും നിങ്ങളും പരിശോധിക്കുക, എൻ്റെ അവസ്ഥ ഇപ്പോഴെന്താണ്? ഞാൻ തിന്മകളിലേക്ക് മടങ്ങിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ റബ്ബിനോട് പാതിരാവുകളിൽ കരഞ്ഞിട്ടുണ്ട്. അത്താഴത്തിന് എഴുന്നേറ്റ് കിട്ടുന്ന വേളയിൽ ഞാൻ റബ്ബിനോട് കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്. പല രൂപത്തിലും ഞാൻ എൻ്റെ റബ്ബിനോട് ഇനി മടങ്ങില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മാസം അങ്ങ് കഴിഞ്ഞ് ശവ്വാലിലെത്തിയപ്പോഴേക്ക് എൻ്റെ മട്ടും നിലയുമൊക്കെ മാറിയിട്ടുണ്ടോ ഇല്ലേ എന്ന് മറ്റാരേക്കാളും എൻ്റെ സ്വകാര്യ ജീവിതം എനിക്കല്ലേ അറിയുക. അതായിരിക്കണം ഒന്നാമത്തെ പരിശോധന. ഞാൻ അതേ ഒരു അന്തരീക്ഷത്തിൽ, ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് ഞാൻ നിലനിൽക്കുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ്, അത് നിലനിർത്തിത്തരാൻ റബ്ബിനോട് സ്തുതിയോടുകൂടി അവനോട് പ്രാർത്ഥിച്ചേക്കുക. ഇനി അതല്ല, എൻ്റെ അവസ്ഥ മാറിയിട്ടുണ്ടോ, വളരെ ഗൗരവമാണ് നമ്മുടെ അവസ്ഥ എന്ന് ഗൗരവത്തോടെ തിരിച്ചറിഞ്ഞ് പരിഹാരം കണ്ടേക്കണം. ഇതാണ് ഒന്നാമതായി പരിശോധനയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചുരുക്കി പറയാണ് സഹോദരങ്ങൾ. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്, എൻ്റെ അമല് സ്വീകരിക്കപ്പെടാതെ പോയോ എന്ന പേടി ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വേണം. കാരണം നമ്മുടെ മുൻഗാമികൾ എത്ര വലിയ മഹാന്മാരായിരുന്നു അവരൊക്കെ, എന്നിട്ടും അവർക്ക് അവരുടെ അമല് സ്വീകരിക്കാതെ പോയേക്കുമോ എന്ന പേടി അവർക്കുള്ളത് കൊണ്ടല്ലേ കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് അവർ സ്വീകാര്യതയ്ക്ക് വേണ്ടി തേടിയത്. എൻ്റെയും നിങ്ങളുടെയും കാര്യം അവിടെ നിൽക്കട്ടെ. മഹാരഥന്മാരായ അമ്പിയാക്കൾ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ചരിത്രമില്ലേ, റബ്ബിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാമും ആ ഖലീലിന്റെ പൊന്നോമനപുത്രനായി അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ള, കൃത്യമായ നിലക്ക് റബ്ബിനോട് സത്യസന്ധത പുലർത്തി ജീവിച്ച വ്യക്തിത്വമെന്ന് ഖുർആൻ പുകഴ്ത്തി പറഞ്ഞ ഇസ്മായിൽ നബിയും, ആ രണ്ട് നബിമാരോട് അള്ളയാണ് പറഞ്ഞത് കഅബാലയത്തിന്റെ പണിയെടുക്കാൻ, ലോകത്ത് മറ്റേതെങ്കിലും ഒരു പള്ളിയുടെ പണിയല്ല, റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ഭൂമിയിലെ ഒന്നാമത്തെ ഭവനമായ വിശുദ്ധ കഅബാലയത്തിന്റെ നിർമ്മാണ ചുമതല അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. റബ്ബ് നേരിട്ട് ഏൽപ്പിച്ചു കൊടുത്തതാ. രണ്ട് നബിമാരുമാണ് പണി പൂർത്തിയാക്കിയത്. ആർക്കും ചെയ്യാനാകാത്ത നല്ല പ്രവൃത്തിയാണ് അവർ ചെയ്തത്. എന്നിട്ടും ആ രണ്ട് മഹാന്മാരും ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, രണ്ടാളും ആ നിർമ്മാണം പൂർത്തിയായ വേളയിൽ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ രക്ഷിതാവേ, നീയല്ലയോ എല്ലാം കേൾക്കുന്നവനും, നീയല്ലയോ എല്ലാം അറിയുന്നവനും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പ്രാർത്ഥിച്ചു എന്നല്ലേ ഖുർആൻ പറയുന്നത്. അതവരുടെ ഭീതി എന്തുകൊണ്ടാണ് അവർക്കുണ്ടായത്? അള്ളാഹ് സ്വീകരിക്കാതെ പോകുമെന്നുള്ള പേടി അവർക്കുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമ്മളൊക്കെ എത്രത്തോളം ഭയപ്പെടണം? ഇബ്രാഹിം നബി ഭയപ്പെട്ടുവെങ്കിൽ, ഇസ്മായിൽ നബി ഭയപ്പെട്ടുവെങ്കിൽ, അവരുടെ 1000 മൈലെത്തി എത്താൻ പോലും അല്പയോഗ്യത പോലും ഇല്ലാത്ത നമ്മൾ, സാധുക്കളായ നമ്മളൊക്കെ എത്രത്തോളം നമ്മുടെ അമലുകളെ കുറിച്ച് ആശങ്കപ്പെടണം? സത്യവിശ്വാസികളുടെ സ്വഭാവം ഖുർആൻ പറയുന്നിടത്ത് സൂറത്തുൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്ന പേരിലുള്ള അതേ അധ്യായത്തിന്റെ 60-ാമത്തെ സൂക്തം, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. സത്യവിശ്വാസികളെ കുറിച്ച് അവിടെ പറയുന്നത് എന്താണ്? അവർ സദഖ ചെയ്യുമ്പോഴും, അവർ നല്ല നല്ല കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോഴുമൊക്കെ അവരുടെ മനസ്സിലതാ വല്ലാത്ത പേടിയാണ്, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുകയാണ്.
ഹൃദയങ്ങളിൽ വല്ലാത്ത ഭീതിയാണ്, പേടിയാണ്. റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലണമല്ലോ എന്ന പേടിയാണ് അവർക്കുള്ളത്. ഈ ആയത്ത് കേട്ടപ്പോ നമ്മുടെ ഉമ്മ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയെ, എന്തിനാണ് ഇവർ ഇത്ര പേടിക്കും എന്ന് പറയുന്നത്? അഹുമുല്ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂൻ, അവര് മദ്യപാനികളായിരുന്നുവോ? അവര് മോഷണം തൊഴിലാക്കിയവരായിരുന്നുവോ? എന്തിനാണ് അവരിത്ര പേടിക്കുന്നതെന്ന് മനസ്സിലായില്ല നബിയേ എന്ന് ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് അള്ളാന്റെ റസൂലിന്റെ മറുപടി കേട്ടോ. ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മോളെ ആയിഷ, അതൊന്നുമല്ല അവര് പേടിക്കാൻ കാരണം. മറിച്ച് അവര് തെമ്മാടികളല്ല, അവര് ദുർവൃത്തന്മാരല്ല. വലാകിന്നഹുമുല്ലദീന, പക്ഷേ പിന്നെ അവരാരാണ്? അല്ലദീന യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂൻ, അവര് നിസ്കരിച്ചിരുന്നവരാ, അവര് നോമ്പെടുത്തിരുന്നവരാ, അവര് ധർമ്മം കൊടുത്തിരുന്നവരാണ്. അതോടൊപ്പം വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന പേടി അവർക്കുണ്ട്. അതുകൊണ്ട് അവർ ഒരു കർമ്മം ചെയ്താലും പിന്നെ അവർക്ക് മടുപ്പില്ല. ഒരുപാട് ചെയ്തല്ലോ, ഇനിയൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് ചിന്തിക്കുകയില്ല അവര്. ഉലൈകല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ, അവരതാ വീണ്ടും വീണ്ടും നല്ല നല്ല കാര്യങ്ങളിലേക്ക് വീണ്ടും അവർ ധൃതി കൂട്ടുകയാണ്, അതിലേക്ക് മുന്നേറുന്നവരാ. സഹോദരന്മാരെ, സഹോദരിമാരെ, ആലോചിക്ക്, എത്ര ഗൗരവമാണ് ഈ പറയുന്നത്. സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് പോലും അവരുടെ മനസ്സിലതാ വല്ലാത്ത ഭീതി വരാൻ എന്താണ് കാരണം? നാളെ മഹ്ശറിലെത്തുമ്പോ യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ വമാ അമിലത് മിൻ സൂ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ. ഓരോരുത്തരും അവരവർ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ അങ്ങ് കാണുമ്പോ, അതുപോലെ തന്നെ തിന്മകളും അങ്ങ് ഹാജരാക്കപ്പെട്ട് കാണുമ്പോ, ഇതൊന്ന് കാണാതിരുന്നെങ്കിൽ ഈ തിന്മകൾക്കും ഞങ്ങൾക്കുമിടയിൽ ഒരുപാട് ദൂരമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്ന ദിനത്തെ അവർ വല്ലാതെ ഓർത്തുപോവുകയാണ്. റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ നമ്മുടെ ഒരു തിന്മയും അവിടെ രേഖപ്പെടാതെ പോയിട്ടില്ലല്ലോ. നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണ്ടേ? നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഭീതി നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം സഹോദരന്മാരെ? അല്ലാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോ നമ്മുടെ മാനസികമായ അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. അതുകൊണ്ട് എന്ത് വേണം? റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ ഇത് സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്ന ഭീതി നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞ് ഇപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടെന്ന്, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് ആളുകളെ ആശംസകൾ വിളിച്ചറിയിക്കുമ്പോൾ പോലും നമ്മൾ പ്രാർത്ഥിച്ചതെന്താ? പരസ്പരം തഖബ്ബലല്ലാഹു മിന്നാ വമിൻക്, അല്ലാഹു എന്നിൽ നിന്നും താങ്കളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. കണ്ടോ, സ്വീകാര്യതയാണ് നമ്മൾ പറഞ്ഞത്. ഏത് കർമ്മവും അങ്ങനെ തന്നെയല്ലേ? ഏത് പ്രവൃത്തിയും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് പ്രയോജനമുള്ളത്? അതുകൊണ്ട് രണ്ടാമതായി നമ്മുടെ പരിശോധന നടത്തേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ചുരുക്കി പറയുന്നു, ഒന്നാമത്തെ ഞാൻ പറഞ്ഞു. ഇനി രണ്ടാമത് ചിന്തിക്കേണ്ടത്, എൻ്റെ മനസ്സിൽ ഇത് സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്നുള്ള ഒരു പേടി എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ പേടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വീകാര്യതയ്ക്ക് വേണ്ടി തേടിക്കൊണ്ടേയിരിക്കും. അതാണ് രണ്ടാമത്തെ മാനദണ്ഡം. മൂന്നാമത്തെ മാനദണ്ഡം പണ്ഡിതന്മാർ പറയുന്നു, അതെ, ഈ സൽക്കർമ്മത്തിന്റെ ശേഷം ഇനി വീണ്ടും നല്ല നല്ല കർമ്മങ്ങൾക്ക് നിനക്ക് തൗഫീഖ് ലഭിക്കുന്നുണ്ടോ? അതാണ് പരിശോധിക്കേണ്ടത്. ഒന്ന് കഴിഞ്ഞു, ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഖുർആനിന്റെ കൽപ്പനയാണ്. നീ ഒന്നിൽ നിന്ന് വിരമിച്ചാൽ നീ മറ്റൊന്നിൽ വ്യാപൃതനായിക്കോ, അധ്വാനിച്ചോ. ഒരു കാര്യം കഴിഞ്ഞു, നോമ്പൊക്കെ എടുത്തില്ലേ, ഇനി ഞാനിതാ എൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു, ഒക്കെ സ്വീകരിച്ചു, ഇനി റയ്യാൻ കവാടം എനിക്ക് ഉറപ്പാണ്, സ്വർഗം ഉറപ്പാണെന്നൊക്കെ നമുക്ക് എന്ത് നിലക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്? അത് സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ? അതിൻ്റെ അടയാളത്തിൽ ഒരടയാളമാ പറയുന്നത്, നോമ്പ് കഴിഞ്ഞപ്പോഴും സൽക്കർമ്മങ്ങളോട് നമുക്ക് മടുപ്പ് തോന്നാതെ ഒന്നിൻ്റെ പിറകെ നമ്മൾ മറ്റൊന്നിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ ഇല്ലേ? അതിന് തൗഫീഖ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ? റമദാനല്ലേ വിട പറഞ്ഞിട്ടുള്ളൂ.
നോമ്പ് എന്ന് പറയുന്ന കർമ്മം വിട പറഞ്ഞിട്ടില്ലല്ലോ. അതല്ലേ നേരെ പിറ്റേന്ന് മുതൽക്ക് തന്നെ നമുക്ക് എടുക്കാൻ ചാൻസ് ഉള്ള ശവ്വാലിലെ 6 നോമ്പ്. 6 നോമ്പ് നമുക്ക് എടുക്കാൻ ചാൻസ് ഇല്ലേ? അതെടുക്കാൻ ഉദ്ദേശമുണ്ടോ? അതെടുക്കാൻ താല്പര്യം തോന്നുന്നുണ്ടോ? അതിനെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മൾ മുമ്പൊരിക്കൽ വിശദീകരിച്ചതാണ്. അതിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ നിർവഹിച്ചിരുന്ന നിസ്കാരം, രാത്രി നിസ്കാരം ഇപ്പൊ ഒഴിവാക്കിയോ? ജമാഅത്തിന് പള്ളിയിൽ പോകാൻ തോന്നുന്നില്ലേ? ഖുർആൻ മേശപ്പുറത്തും കയ്യെത്തുന്ന ദൂരത്തുമുണ്ട്, എടുക്കാൻ തോന്നുന്നില്ലേ? പാരായണം ചെയ്യാൻ തോന്നുന്നില്ലേ? നല്ല നല്ല കാര്യങ്ങൾക്ക് താല്പര്യം വരുന്നില്ലേ? ഫർളിന്റെ അനുബന്ധമായി കൊണ്ട് നിർവഹിച്ചിരുന്ന റവാത്തിബ് സുന്നത്തുകളോട് ഇപ്പൊ താല്പര്യമില്ലേ? നല്ല കാര്യങ്ങൾ, ദിക്റുകൾ കൂടുതൽ പറയാനും മറ്റു കാര്യങ്ങൾക്കുമൊന്നും ഇപ്പൊ താല്പര്യമില്ലേ? എന്താ നമ്മുടെ മാനസികമായ അവസ്ഥ? മറ്റൊരാളോടല്ല ചോദിക്കേണ്ടത്, ഞാൻ എന്നോടാ ചോദിക്കുന്നത്. തൗഫീക്ക് കിട്ടുന്നുണ്ടോ? സൽക്കർമ്മങ്ങൾക്ക് ഇനിയും തൗഫീക്ക് കിട്ടുന്നുണ്ടോ? അതിന് താല്പര്യം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, നല്ല ലക്ഷണമാണ്. ഇല്ലെങ്കിലോ അപകടകരമായ ലക്ഷണമാണ്. ഇതാണ് 3ാമത്തെ കാര്യം. 4ാമതായി ചിന്തിക്കേണ്ടത്, 4ാമതായി നമ്മുടെ മനസ്സിൽ തോന്നേണ്ട കാര്യം എന്താണ്? ആ ചിന്ത നമുക്ക് വരണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മം അല്ലാഹു സ്വീകരിച്ചിരിക്കാമെന്ന് നമുക്ക് സമാശ്വസിക്കാം. അതെന്താ അത്? നമ്മൾ ചെയ്ത അമലൊക്കെ വളരെ കുറവേയുള്ളൂ എന്ന് നമുക്ക് തോന്നണം. ഞാൻ ഒരുപാട് ചെയ്തു എന്ന അഹങ്കാരം തോന്നിക്കൂടാ. അങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് അപകടമാണ്. അല്ല, എത്ര തന്നെ ചെയ്താലും, എത്ര തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും എൻ്റെ റബ്ബെനിക്ക് ചെയ്തു തരുന്ന ഒരു നിഅമത്തിന് പോലും പകരം വെക്കാനാവില്ല എന്ന നിസ്സാരമാണ് എൻ്റെ കർമ്മങ്ങൾ. എൻ്റെ റബ്ബെനിക്ക് ചെയ്തു തരുന്ന നിഅമത്തുകളെ അപേക്ഷിച്ചു നോക്കുമ്പോ, ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഇബാദത്തുകളൊക്കെ അതിനെ അപേക്ഷിച്ചു നോക്കുമ്പോൾ അത് എത്രയെത്ര നിസ്സാരമാണ് എന്നെൻ്റെ മനസ്സിനെനിക്ക് തോന്നുന്നുണ്ടോ? അതോ എനിക്ക് അഹങ്കാരമാണോ? ഞാനൊക്കെ ഒരുപാട് ചെയ്തു, വേറുള്ളവരൊക്കെ എത്ര തോന്നിയാസം ചെയ്തു. ആ 30 നോമ്പും നോറ്റില്ലേ? അത്രയും ഞാൻ തറാവീഹ് നിസ്കരിച്ചില്ലേ? ഞാൻ ഇത്ര ഖത്തമോദിയില്ലേ? ഞാൻ ഇത്ര സ്വതക്ക കൊടുത്തില്ലേ? ഞാൻ ഇത്ര ലക്ഷം അല്ലെങ്കിൽ ഇത്ര 1000 സക്കാത്ത് കൊടുത്തില്ലേ? ഞാൻ അത്ര അവിടെ പോയില്ലേ? ഇത് ചെയ്തില്ലേ? ഇങ്ങനെ ചെയ്തില്ലേ? എന്നൊക്കെയുള്ള നമ്മുടെ മനസ്സിൽ ചില ഞാൻ തരക്കേടില്ല എന്ന ബോധമാണോ ഈ റമദാനിന്റെ ശേഷം നിലനിൽക്കുന്നത്? അതോ പടച്ച റബ്ബേ, നീ എനിക്ക് ചെയ്തു തരുന്ന നിഅമത്തിന്റെ വലുപ്പത്തിനൊപ്പിച്ച് എനിക്കൊന്നും ചെയ്യാനായിട്ടില്ലല്ലോ എന്ന കുറ്റബോധമാണോ നമ്മുടെ മനസ്സിലുള്ളത്? പരിശോധിക്കൂ ഓരോരുത്തരും. അതാ ഞാൻ പറയുന്നത്, റബ്ബെനിക്ക് ചെയ്തു തരുന്ന നിഅമത്തിനെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഞാനൊന്നും എൻ്റെ റബ്ബിനോട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും നമ്മുടെ പാപങ്ങൾ ഓർത്തുകൊണ്ട് നമ്മൾ കരയുകയുമാണ് ചെയ്യുന്നതെങ്കിൽ, സഹോദരന്മാരെ, മഹ്ശറിൽ പോയി നിൽക്കേണ്ട രംഗമങ്ങ് ഓർക്കണം. വദ്കുർ മുനാഖശതൽ ഹിസാബി ഫഇന്നഹു ലാ ബുദ്ദ യുഹ്സാ മാ ജനൈത വയുക്തബു ലം യൻസഹുൽ മലകാനി ഹീന നസീതഹു ബൽ അസ്ബതാഹു വ അൻത ലാഹിൻ തൽഅബൂ. ഒരു കവി നമ്മോട് ചിന്തിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയ വരികളാണ്. ഓ മനുഷ്യ, മഹ്ശറിൽ പോയിട്ട് വിചാരണക്ക് വേണ്ടി നീ നിന്നുകൊടുക്കുന്ന രംഗമൊന്ന് നീ ഓർക്ക്. നീ ചെയ്തതും പ്രവർത്തിച്ചതും പറഞ്ഞതുമായിട്ടുള്ള മുഴു കാര്യങ്ങളും അവിടെ റെക്കോർഡിലുണ്ട്, എല്ലാം അവിടെ രേഖയിലുണ്ട്. അതേ അവസരത്തിൽ നീ പലതും മറന്നുപോയിട്ടുണ്ട്. ലം യൻസഹുൽ മലകാനി ഹീന നസീതഹു. നീയൊക്കെ മറന്നെങ്കിലും മലക്കുകൾ അത് മറന്നിട്ടില്ല, അവരത് മറക്കാതെ എഴുതിയിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് അത് മറന്നിട്ടില്ല കേട്ടോ. ബൽ അസ്ബതാഹു വ അൻത ലാഹിൻ തൽഅബൂ. അതൊക്കെ മലക്കുകൾ അവിടെ രേഖപ്പെടുത്തി, അവിടെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്.
എന്നിട്ട് ഇപ്പോഴും അതൊക്കെ ഓർക്കാതെ നീ കളിയിൽ തന്നെയാണ്, നീ വിനോദത്തിൽ തന്നെയാണ്, നീ കോമഡി കണ്ട് ആർത്ത് ചിരിക്കുക തന്നെയാണ്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ബോധ്യാവും എൻ്റെ കർമ്മം സ്വീകരിച്ചോ ഇല്ലേ, എന്താ എൻ്റെ മാനസിക നിലപാട് എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ബോധം നമുക്കുണ്ടാകണം. ഇതാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മനസ്സിൽ എന്നോടും നിങ്ങളോടും പറഞ്ഞത് 4 അടയാളങ്ങളാണ് പറഞ്ഞത് പരിശോധിക്കുവാൻ. അത് 4ഉം നമ്മളൊന്ന് പരിശോധിക്കുക. എന്നിട്ട് അവനവനെക്കുറിച്ച് അവനവനൊന്ന് വിലയിരുത്തുക. റഹ്മാനായ റബ്ബിനോട് മാപ്പിരക്കുക. സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി തേടിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അവൻ പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.